ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി അപ്പോൾ ഞങ്ങൾ ഇന്നൊരു സിനിമ കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ വണ്ടി എടുത്ത് ഞങ്ങൾ നേരെ അങ്ങ് വിട്ടു. അപ്പോൾ സിനിമ കാണാൻ ഞാനും അമ്മയും എൻ്റെ അനിയത്തിയും ഉണ്ടായിരുന്നു. ഞാനൊരു വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ അവൾ ക്യൂട്ട്നെസ് വരെ എറിയായിരുന്നു. അപ്പോൾ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. തിയേറ്ററിൽ എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിരുന്നു, പക്ഷേ പടം തുടങ്ങിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് സിനിമയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ സിനിമയെ കണ്ട് ഇന്റർവെൽ ആയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഞാനും അവളോട് സിനിമയുടെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. സിനിമ തുടങ്ങി, അതുപോലെ കഴിയുകയും ചെയ്തു. അങ്ങനെ എല്ലാം കണ്ട് ജലൂരിയെ കൊണ്ട് എഴുന്നേറ്റ് വരുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഓഫീസർ എന്ന് പറഞ്ഞ സിനിമയായിരുന്നു, നല്ലൊരു പടമായിരുന്നു. അമ്മയ്ക്കും അവക്കും എല്ലാം ഇഷ്ടപ്പെട്ടു, എനിക്കും. അങ്ങനെ സിനിമയെ കണ്ടിട്ട് ഞങ്ങൾ വണ്ടി എടുത്ത് നേരെ വിട്ടു. ദോ ഇരിക്കുന്ന അനിയത്തി എന്തോ പോയ അണ്ണാനെ പോലെ. വീട്ടിലോട്ട് പോയ വഴിക്ക് അമ്മയോളും എല്ലാം ഉറങ്ങി കേട്ടോ. ഞാൻ ഉറങ്ങില്ല, ഞാൻ സ്റ്റിൽ ഡ്രൈവിംഗ് ഗൈസ്. അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്, വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. വീട്ടിലെത്തിയതുമല്ല, ഞങ്ങളുടെ ബഡീസ് ഒക്കെ കയറി വന്നു. പിന്നെ അങ്ങോട്ട് വൈബായിരുന്നു. എല്ലാവരോടും എൻ്റെ അനിയത്തി ഊക്കുക, ഞാൻ ഉൾപ്പെടെ. അത് അവൾ ആ മൂലയ്ക്ക് ഇരിക്കുന്നത്. പിള്ളേരെ വട്ടത്തിൽ തൂക്കുമായിരുന്നു അവളെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അവരുടെ ഒരു ഡാൻസ് ഇതിടയ്ക്കെല്ലാം ഉള്ളയാ, ചുമ്മാ ആയിരിക്കും ഡാൻസ് കളിക്കുന്നത്. ഒരു കഴിവില്ലാത്ത ഞാനും അവനും ഡാൻസ് കണ്ട് അവിടെ ഇരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പൂച്ചയുടെ ഒരു കിഴപ്പ്, അത് കണ്ടതുമല്ല കൊച്ചേനെ പുറകെ പോയി. അതെല്ലാം കഴിഞ്ഞ് അവളുടെ ക്യൂട്ട്നെസ് വാരി എറിയുന്ന കണ്ടുകൊണ്ട് അവിടെ വന്നു. അതിന്റെ ബാക്കി വേറെ ക്യൂട്ട്നെസ്. അവൻ്റെ ഒരു ഫോട്ടോ എടുക്കാമെന്ന് ചോദിച്ചാൽ ഞാനൊരു വീഡിയോ എടുത്തു. അതുകൊണ്ട് കൊച്ചും വന്നു, പട്ടിയുടെ കുഞ്ഞാളി. അതെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് കയറിയപ്പോൾ അമ്മ എന്തോ അന്താരാഷ്ട്ര കണക്കൂട്ടല, റോക്കറ്റ് സയൻസ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാന്ന് വിചാരിച്ചു. ഞങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞു കിടന്നപ്പോൾ അവൻ ഉറക്കം വരുന്നവരെ അവനോട് കിടന്നു. പാവം ഉറങ്ങട്ടെ, ക്ഷീണിച്ച് കാണും. അതെല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് ഇറങ്ങിയപ്പോൾ വെളി ഭയങ്കര കാറ്റ്, അവിടെ ഒരു ഡാൻസ്. കാറ്റും വെയിലൊന്നും പ്രശ്നമില്ല, ഉറക്കം മസ്റ്റ്. ഞാൻ ശല്യപ്പെടുത്തില്ല, അവിടെ കിടക്കട്ടെ. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.